പ്രിയ വിശുദ്ധരെ, ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ 2026 ജൂലൈ 19 നടത്തിയ സ്ഥൈര്യ ലേപനത്തിനെ പറ്റിയുള്ള വീഡിയോയാണിത്. ദേവാലയത്തിൽ വെച്ച് നടന്ന സ്ഥൈര്യലേപനം എന്ന കുദാശയുടെയും പരിശുദ്ധ കുർബാനയുടെയും പ്രധാന ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2 ഭാഗങ്ങളാക്കി തരുന്നത്. ഇതിൽ പരിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗങ്ങളാണ് ഇതിൽ കാണുന്നത്. അതോടൊപ്പം സ്ഥൈര്യലേപനം എന്ന കൂദാശ നൽകുന്നതും കാഴ്ചവെപ്പും ഒക്കെയാണ് ഇതിൽ കൂടി നൽകുന്നത്. എവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിൻ്റെയും മേൽ അവിടേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. അങ്ങയുടെ അധികാരത്തിന്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവ്വ ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു. അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി. അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. കർത്താവിന്റെ വചനം. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ,
നമ്മുടെ ബലഹീനതയെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദേവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവിന്റെ വചനം. മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഒരു ഉപമ ജനക്കൂട്ടത്തോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കുക. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൊണ്ടിട്ടയോ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിനന്ദിയ പിതാവേ, മോൺസിഞ്ഞോർ ജോസിയച്ച, ബഹുമാനപ്പെട്ട ജോണിയച്ച, എപ്പിസ്കോപ്പൽ വികാർ ടോമിയച്ച, എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഇത്രയും സ്നേഹം നിറഞ്ഞ അനിയന്മാരെ, അനിയത്തിമാരെ, എനിക്കറിയാൻ പാടില്ല ഇത്രയും നടക്കുന്നത്. ചെറിയൊരു ടെൻഷനുണ്ട്, അത് ഞാൻ ആദ്യമേ അഡ്രസ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും സർവമായ, കണ്ടിട്ടില്ലേ? ഭൂരിഭാഗം ആളുകൾ കണ്ടിട്ടുള്ള ഈ അടുത്ത കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മലയാളത്തിൽ ഓടിയൊരു പടമാണ് സർവമായ. അതിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഇറങ്ങിയായിരുന്നു. ഭയങ്കര രസകരമായിരുന്നു അതിൻ്റെ പ്രൊമോഷൻ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അരൂരിടമെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ചെറിയ ചലനമെങ്കിലും സംഭവിക്കും. വലിയൊരു ഹോളി സ്പിരിറ്റിന്റെ ഒരു ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെടുത്തും. കൂദാശ ജീവിതം കുറച്ചുകൂടെ മനോഹരമായിട്ട് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഈ ഒരുക്കത്തിനായിട്ട് നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ അധ്യാപകരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരണം. സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ തീപിടിച്ച ആത്മാക്കളായിട്ട് ഇവിടെ നിന്ന് പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. വലതുഭാഗത്ത് എഴുന്നേറ്റിരിക്കുന്നവരുമായ നമ്മുടെ കർത്താവ് ശിവശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നതുപോലെ ഇന്ന് സ്ഥൈര്യലേപനം വഴി നിങ്ങളുടെ മേൽ പ്രത്യേകമാവിധം എഴുന്നള്ളുവാൻ പോകുന്ന നാഥനും ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിനുയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെയാണ് തിരുസഭയുടെയും വിശ്വാസം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു.
ആദ്യ 4 നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ തെർത്തുല്യൻ, ഹിപ്പോളിറ്റസ്, സിറിൽ ഓഫ് ജെറുസലേം, അംബ്രോസ് മുതലായവർ സ്ഥൈര്യലേപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യ 3-4 നൂറ്റാണ്ടുകളിൽ മാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നിവ സാധാരണയായി ഒരേ ചടങ്ങ്, പ്രത്യേകിച്ച് ഈസ്റ്റർ വിജിൽ, അതായത് ഈസ്റ്റർ ദിവസത്തെ ആ ഞായറാഴ്ചത്തെ കുർബാന, അതായത് ഉയർപ്പ് ഞായറാഴ്ചയാണ് ജ്ഞാനസ്നാനാർത്ഥികൾക്ക് സ്നാനം കൊടുത്തിരുന്നത്. ആ കാലം മുതൽ ഒരു വർഷത്തെ കാറ്റഗിസം കഴിഞ്ഞ് സഭയെ പറ്റി പഠിച്ച് അവരെ ക്രൈസ്തവ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, അതിലേക്ക് വീണ്ടും ജനിപ്പിക്കുന്നത് ഈസ്റ്ററിലെ ഉയർപ്പ് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് 3-4 നൂറ്റാണ്ടുകളിൽ മാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നിവ ഒരേ ചടങ്ങ് ഈസ്റ്റർ വിജിലിൻ്റെ അന്ന് ഒരുമിച്ച് പ്രായപൂർത്തിയായവരും ശിശുക്കളും ഇങ്ങനെ തന്നെയാണ് സ്വീകരിച്ചത്. പിന്നീടാണ് മാറ്റം വന്നത്. 4-ാം നൂറ്റാണ്ടിന് ശേഷം ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അതോടെ എല്ലാ മാമോദിസയ്ക്കും മെത്രാന് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പാശ്ചാത്യ സഭയിൽ, അതായത് ലത്തീൻ സഭയിൽ മാമോദിസ വൈദികർ നൽകുകയാണ് ചെയ്തത്. സ്ഥൈര്യലേപനം മാറ്റിവെക്കും. പിന്നീട് മെത്രാൻ വരുന്ന സന്ദർഭത്തിലാണ് ആ മാമോദിസ നൽകിയവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നത്, ഇന്നത്തെ പോലെ. ആയതിനാൽ ഈ കൂദാശ പിന്നീട് കുട്ടികൾക്ക് പ്രായമായപ്പോൾ ലഭിക്കുന്ന രീതിയിലേക്ക് മാറി. കിഴക്കൻ കത്തോലിക്ക സഭകളിലും ഓർത്തഡോക്സ് സഭകളിലും ഇന്നും മാമോദിസയ്ക്കൊപ്പം തന്നെയാണ് സ്ഥൈര്യലേപനവും ആദ്യ കുർബാനയും നൽകുന്ന രീതി ഉള്ളത്. നാം ശ്രദ്ധിക്കാറുണ്ടാവും, ലത്തീൻ സഭയിൽ സ്ഥൈര്യലേപനം എന്നത് പ്രത്യേകമായി നടത്തുന്നു. എന്നാൽ സീറോ മലബാർ സഭയിൽ, അതായത് സിറിയൻ സഭയിൽ അത് ജ്ഞാനസ്നാനത്തോടൊപ്പം കൊടുക്കുന്നു. ആ വ്യത്യസ്ത തലങ്ങൾ വരുന്നത് കൊണ്ടാണ് അപ്പോൾ സിറിയൻ കുട്ടികൾ ചിന്തിക്കും, ഞങ്ങൾക്ക് സ്ഥൈര്യലേപനം കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ അവർക്ക് ആ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവർക്കത് ലഭിച്ചത് കൊണ്ട് പ്രത്യേക ചടങ്ങായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഈ കൂദാശകൾ ആദ്യ 3-4 നൂറ്റാണ്ടുകളിൽ തന്നെ ആരംഭിച്ചെങ്കിലും സ്ഥിരീകരണം വന്ന കൗൺസിലുകളെയും വർഷങ്ങളെയും കൂടി നമുക്ക് ഒന്നറിയാം. വിശ്വാസ സത്യങ്ങൾ പ്രധാന കൗൺസിലുകൾ ആണ് സ്ഥിരീകരിച്ചത്. ഫ്ലോറൻസ് കൗൺസിൽ, അതായത് 1439 നടന്ന ഫ്ലോറൻസ് കൗൺസിലിൽ 7 കൂദാശകളിൽ ഒന്നായി സ്ഥൈര്യലേപനത്തെ സ്ഥിരീകരിച്ചു. 7 കൂദാശകളും അപ്പോഴാണ് സ്ഥിരീകരണം നടന്നത്. 1545 മുതൽ 1563 വരെ നടന്ന ഫ്രഞ്ച് കൗൺസിലിൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്ത് സ്ഥൈര്യലേപനം യഥാർത്ഥ കൂദാശയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ അപ്പോസ്തലിക പാരമ്പര്യം ഉറപ്പിക്കുകയും ചെയ്തു. ചില സഭകളിൽ ശിശുജ്ഞാനസ്നാനത്തോടൊപ്പം ഈ കൂദാശകൾ നൽകുകയും പ്രത്യേകമായി ഈ കൂദാശ നൽകാറില്ല. അതാണ് ഞാൻ സുറിയൻ സഭയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 1962 മുതൽ 1965 വരെ നടന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ ഈ കൂദാശയുടെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. പോപ്പ് പോൾ 6 1971 ഡിവിനെ കോൺസ്റ്റോറിയം നാച്ചുറൽ എന്ന അപ്പോസ്തലിക ഭരണഘടന, അതായത് അപ്പോസ്തലിക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി സ്ഥൈര്യലേപനത്തിൻ്റെ ആചാരക്രമം പുതുക്കി. ഇത് കൂദാശ ആരംഭിച്ചതല്ല കേട്ടോ, നിലവിലുള്ള ആചാരത്തെ നവീകരിച്ചു. അതായത് ഇതിലച്ച ചടങ്ങുകൾ, ഉദാഹരണമായിട്ട് പണ്ട് സ്ഥൈര്യലേപനം നൽകുമ്പോൾ കവിളിൽ ഇങ്ങനെ 3 വിരൽ കൊണ്ട് ഇങ്ങനെ ഒരു തലോടൽ നൽകുമായിരുന്നു. അടി എന്നൊക്കെ പറയാറുണ്ട്, തലോടൽ നൽകുമായിരുന്നു.
അത് 1920 ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ല. ഞങ്ങൾ അന്നത്തെ കൺഫർമേഷൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. അയ്യോ വേദന എടുക്കുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അത് ലഭിച്ചില്ല. അതായത് 1971 ശേഷം ആയതുകൊണ്ടാണ് അത് ലഭിക്കാതെ പോയത്. സ്നേഹപിതാവായ ദൈവമേ, ദൈവവചനമാകുന്ന വിത്ത് വിശ്വസ്തയോടെയും ധൈര്യത്തോടെയും ലോകമെമ്പാടും വിതയ്ക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും ഇന്ന് ഞങ്ങൾക്കായി ഈ സ്നേഹബലി അർപ്പിക്കുന്ന രൂപതാധ്യക്ഷൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെയും മറ്റുള്ള സഭാപാലകരെയും സന്യസ്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മായാത്ത മുദ്ര സ്വീകരിച്ച എല്ലാ യുവത യുവാക്കളെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മരണം വരെ ക്രിസ്തുവിന്റെ ധീരസാക്ഷികളായി സഭയിലും സമൂഹത്തിലും സേവനം ചെയ്ത് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ സ്നേഹമായ ദൈവമേ, ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആകാശത്തു നിന്ന് വരുന്ന മഴയും മഞ്ഞും അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നത് പോലെ അങ്ങയുടെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരും വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനും ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറെ സ്നേഹത്തോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങളെ വിലമതിക്കുന്ന തമ്പുരാനെ, എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. ഇവരുടെ വിഷമതകളിലും വീഴ്ചകളിലും ബലഹീനതകളിലും കാര്യനിർവഹണങ്ങളിലും എല്ലാം താങ്ങും തണലുമായി അങ്ങ് കൂടി ഉണ്ടാകണമെന്നും ഇവരുടെ എല്ലാ അധ്വാനങ്ങൾക്കും നൂറുമേനി ഫലം നൽകിക്കൊണ്ട് നന്മയുടെ പാതയിലൂടെ ചരിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായ ദൈവമേ, പട്ടിണിയിലും രോഗത്താലും വാർദ്ധക്യത്താലും വിഷമിക്കുന്ന ഏവരെയും അങ്ങേ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ കഷ്ടതകൾ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുവാനും ഇവർ പ്രത്യാശയോടെ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും മാനസിക ബലഹീനതയാൽ വന്നുപോയ പാപകടങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് നിത്യ പറുദീസയിൽ അങ്ങയോടൊപ്പം ആയിരിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർക്കും അവരുടെ പിൻഗാമികളും വഴി എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധ സമുചിതമായ ദൈവം വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രീകരിക്കുവാൻ കഴിയണമേ.
അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, പരിശുദ്ധാത്മാവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരും അങ്ങേ പുത്രന്റെ കൂദാശയാൽ പരിപോഷിക്കപ്പെട്ടവരുമായ ഞങ്ങൾ ഇനി മുതൽ അങ്ങേ അനുഗ്രഹത്താൽ അനുയാത്ര ചെയ്യുവാൻ അനുവദിക്കണമേ. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അവരുടെ വിശുദ്ധിയാൽ അങ്ങേ സഭയെ അങ്ങ് സന്തോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളും സ്നേഹങ്ങളും വഴി ലോകത്തിൽ സഭയുടെ വളർച്ചയെ അങ്ങ് സുഗമമാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുന്നമേ. പ്രിയപ്പെട്ട ആന്റണി പിതാവേ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസി കണ്ണനാട്ടുതറ അച്ഛ, രൂപത ചാൻസലർ ജോണി അച്ഛ, രൂപത എപ്പിസ്കോപ്പൽ വികാരിമാരായ ഫ്രാൻസിസ് സേവ്യർ അച്ഛ, ടോമി ചമ്പക്കാട്ടച്ഛ, അരൂർ ഫെറോനു വികാരി ടൈറ്റസ് അച്ഛ, കർമ്മലിത സഭയുടെ ഓസ്ട്രിയയിലെ പ്രവിൻഷ്യാളായ സജീവ. കർത്താവ് നിങ്ങളോടുകൂടെ ശ്രമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഇപ്പോൾ
അന്ത്യകാലത്ത് തൈരിലേഖനം എന്ന ഈ കൂദാശ നടത്തിയിരുന്നു. മാമോദീസയ്ക്ക് ശേഷം അപ്പോസ്തലന്മാർ കഴിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി കഴിഞ്ഞാണ് പിന്നീട് വിശുദ്ധ ക്രിസം തൈലം കൊണ്ടുള്ള അഭിഷേകവും ഈ ക്രിസം തൈലത്തെ പറ്റി ഞാൻ വിശദമായി ഒരു വീഡിയോ ഇതിൽ നിന്ന് നടത്തിയതുകൊണ്ട് ഞാൻ വിശദമാക്കാതെ പോകുന്നു. കാലക്രമേണ ഈ ശുശ്രൂഷ സഭയിൽ ഒരു പ്രത്യേക കൂദാശയായി വ്യക്തമായി തീരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ നൂറ്റാണ്ടിൽ കൈവച്ച് ആചാരമാണ് മധ്യകാലഘട്ടത്തിൽ പാശ്ചാത്യ സഭയിൽ തൈര്യലേപന കൂദാശ പ്രത്യേക കൂദാശയായി എവിടെയും വേർതിരിക്കുന്നു. തൈര്യലേപന കൂദാശ എന്ന് വിളിക്കപ്പെടുന്ന കൂദാശയെ ആദ്യകാല സഭയിൽ എന്റെ പിള്ളേർക്ക് ഇരുന്ന് നിൽക്കുന്നതിനെ പാരന്റ്സ് ആയിട്ട് വന്നത് വിശേഷിപ്പിക്കുന്നു. മാമോദീസയ്ക്ക് പിന്നാലെ മെത്രാനോ അദ്ദേഹത്തിന്റെ അനുമതിയുള്ള വൈദികനോ വിശുദ്ധ ക്രിസം തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കും വിശംസിയായിരിക്കട്ടെ. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്ഥൈര്യലേപനത്തെ പറ്റി വിശദമായി ശക്തമായി ഓരോ കാര്യങ്ങളും നന്നായി അറിയാം. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവരുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളാവാതെ ഉത്തരങ്ങളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ കാഴ്ചകളിലും നിങ്ങളുടെ കേൾവികളിലും നിങ്ങളുടെ ആലോചനകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.